ഹലോ, അപ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റും കോട മൂടി നിൽക്കുവാണേ. അഞ്ചുരുളിയുടെ ആ സൈഡൊന്നും കാണും കൂടി ഇല്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാവേ. അപ്പോഴേ ഇവിടെ എല്ലാ ദിവസവും ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും നന്നായിട്ട് കോട മൂടുകയും ഇന്ന് ഇച്ചിരി കൂടുതലുള്ള പോലെ തോന്നി കേട്ടോ. അതാ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതേ. എന്തോ എനിക്ക് ഫോണിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ ഭംഗി കേട്ടോ. ഈ പറമ്പിൽ കൂടെ നോക്കുമ്പോഴും ആ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോഴും മൊത്തത്തിൽ കോട മൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ഭംഗിയെന്ന്. ഇനി അക്കരെ സൈഡിൽ താമസിക്കുന്നവർക്ക് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും കൂടിയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും പറയുവാണേലേ ആൾക്കാരൊക്കെ ഹൈ റേഞ്ചിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടും കോട കാണാൻ വേണ്ടിയിട്ടും ഈ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ മൂന്നാർ പോകൂലേ. നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇരുന്നാൽ മതി ഇതൊക്കെ എൻജോയ് ചെയ്യാം, ഇതൊക്കെ ഇരുന്ന് ആസ്വദിക്കാം. എന്തൊരു ഭാഗ്യമാണല്ലേ ഹൈ റേഞ്ചിൽ താമസിക്കുന്നവർക്ക്. കുറച്ച് മുമ്പ് വരെ നമ്മുടെ വീടിരിക്കുന്ന അവിടെ നല്ല കോടയായിരുന്നു കേട്ടോ. ഇപ്പം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാ അവിടെയായിരുന്നു കേട്ടോ അഞ്ചുരുളിയൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാറ്. പക്ഷേ ഇതാ അവിടെയൊക്കെ മൂടി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ചീവീടിൻ്റെ കരച്ചിലും മഴത്തുള്ളികൾ വീഴുന്ന സൗണ്ടും കാറ്റും മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയും എല്ലാം കൂടെ കാണുമ്പോൾ അടിപൊളി. താഴെയാണെങ്കിൽ ഒരു ആറുണ്ട്, അത് ഇറമ്പുന്ന ഒച്ചയാണെങ്കിൽ അതിലും കിടിലമാണ്. മൊത്തത്തിൽ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാട്.